മഹാഗുരു പരമ്പരയുടെ പദകമലങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മനോജ് കുമാർ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ ഉന്നതമായ രീതിയിൽ ഗുരുവിൻ്റെ ജയന്തി ദിനവും സമാധി ദിനവും ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ലോകം മുഴുവൻ ഈ 2 ദിവസങ്ങളിൽ വളരെ വലിയ ആഘോഷങ്ങളും ആചരണങ്ങളുമാണ് നടക്കുന്നത്. ലോകം മുഴുവൻ ഉള്ള ഗുരുഭക്തരും ഗുരുവിൻ്റെ ആരാധകരും ഗുരുവിൻ്റെ അനുയായികളും ഗുരുവിനെ ദൈവത്തെ പോലെ കാണുന്ന ജനതയും ഗുരുവിനെ ഗുരുവായിട്ട് കാണുന്നവരും ഒക്കെ വളരെ വലിയ ഒരു ജനവിഭാഗം ആ ദിവസങ്ങൾ വളരെ നല്ല രീതിയിൽ ആചരിച്ചു പോകുന്നുണ്ട്. പക്ഷേ നാരായണ ഗുരുകുല സന്യാസിമാരുമൊക്കെ ഈ 2 ദിവസങ്ങളിൽ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ പലയിടത്തുനിന്നും പലരും പരാതി പോലെ ചെന്നിട്ട് ചോദിക്കാറുണ്ട്, ഈ ജയന്തി ദിനത്തിൽ എന്താണ് ഇവിടെ ആരും ഒന്നും ചെയ്യാതിരിക്കുന്നത്? അതുപോലെ സമാധി ദിനത്തിലും ചോദിക്കാറുണ്ട്, എന്താണ് ഈ സമാധി ദിനത്തിൽ ആരും ഒന്നും ചെയ്യാതിരിക്കുന്നത്? ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ ഇവിടെ മാത്രം എന്താണ് ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്നൊരു പലയിടത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇതെല്ലാം കേട്ടിട്ട് ഗുരുകുലത്തിലുള്ളവരൊക്കെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ലോകത്തുള്ള എല്ലാ ജനതയും ഈ 2 ദിനങ്ങൾ വളരെ എൻഗേജ്ഡ് ആയിരിക്കും, വളരെ സീരിയസ് ആയിട്ട്, വളരെ തിരക്കോടുകൂടി ഉറക്കമില്ലാതെ ഒക്കെ ഓടി നടന്ന് അവരുടെ കർത്തവ്യങ്ങളിൽ മുഴുകുന്ന ദിവസമാണ്. ഗുരുവിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഈ 2 ദിവസങ്ങളിൽ വിശ്രമിക്കാറാണ് പതിവ്. കാരണം ബാക്കി 363 ദിവസവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഈ 363 ദിവസവും ഞങ്ങൾ നാരായണ ഗുരു എന്ന മഹാഗുരുവിന് വേണ്ടി ചിന്തിച്ചും എഴുതിയും പ്രചരിപ്പിച്ചും ഒക്കെ ഞങ്ങളുടെ ഓരോ നിമിഷവും ഞങ്ങൾ അതിനുവേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആ ഗുരുവിൻ്റെ മഹത്വം എന്താണെന്ന് അറിയിക്കുക എന്നുള്ള പ്രക്രിയയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഈ ഗുരു പറഞ്ഞ കാര്യങ്ങളും ലോകത്ത് മറ്റു പല മഹാത്മാക്കളും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് ഗുരു പറഞ്ഞതിന് എന്താണ് കൂടുതൽ റെലവൻസ്, എന്താണ് പ്രത്യേകത, എന്താണ് ഗുരു കൂടുതലായിട്ട് നമ്മുടെ ലോകത്തിന് വേണ്ടി തന്നിരിക്കുന്നത്, എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി, അതിൻ്റെ ഡെപ്ത് എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവനവനെ കൊണ്ടാവുന്ന രീതിയിലുള്ള അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അറിയിക്കുക എന്നുള്ള പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ ഈ 363 ദിവസവും ഞങ്ങൾ ചെയ്യുന്ന അതാണ്. പക്ഷേ പൊതുവെ ജനറലൈസ് ചെയ്ത് പറയുകയല്ല, പൊതുവെ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ 2 പ്രാവശ്യം ഈ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ദിവസങ്ങൾ അവരവരുടെ കാര്യം നോക്കി പല കാര്യങ്ങളായിട്ട് നടക്കുക. അവർ ഗുരുവിന് വേണ്ടി 2 ദിവസം മാറ്റി വെക്കുക എന്നുള്ള പണിയാണ് ചെയ്യുന്നത്. എല്ലാവരും അല്ല, ഭൂരിപക്ഷം ആൾക്കാർ അവർ ഈ വർഷത്തിൽ 2 ദിവസമായിരിക്കും ഗുരുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ അവനവൻ്റെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ഗുരു പറയുന്ന പോലെ ഭവസാഗരത്തിൽ ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങളിലും അരിപ്രശ്നം എന്നൊക്കെ പറയുന്ന പോലെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി അവനവൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടിയുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് സമയം കിട്ടുന്ന ഈ 2 ദിവസങ്ങൾ മാത്രമാണ്, ഗുരു ജയന്തി, ഗുരു സമാധി. പക്ഷേ ഞങ്ങൾ നേരെ തിരിച്ചാണ്. ഞങ്ങൾ ഈ ദിവസം വിശ്രമിക്കും. കാരണം ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. ഈ 2 ദിവസങ്ങളിൽ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഗുരുവിന് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുവിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, വലിയ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നു. രാഷ്ട്രീയക്കാരെ, പൊള്ളയായ രാഷ്ട്രീയക്കാരെ, വാക്കൊന്ന് പ്രവൃത്തി വേർന്ന് ഉള്ളിലൊന്ന് പുറത്ത് വേർന്ന് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള രാഷ്ട്രീയക്കാരെ പൊതുവെ കൊണ്ടുവന്ന് വലിയ പ്രഭാഷണങ്ങളും ഒക്കെ, വാചാടോപങ്ങൾ എന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടില്ല, അത് നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ബാക്കി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഗുരുകുലം പറയുന്ന രീതിയിലാണ് പറയുന്നത്. ഗുരുകുലത്തിലെ അഭിപ്രായം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ.
അപ്പം ഗുരുകുലത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുകുലം ഈ 2 ദിവസം വിശ്രമിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഗുരുവിന് വേണ്ടി ഓരോ നിമിഷവും ഉപയോഗിക്കുക എന്നുള്ള ഒരു നിമിഷം പോലും കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും വർത്തായിട്ടുള്ളത്. രാഷ്ട്രീയക്കാർക്ക് അവിടെ സ്ഥാനമൊന്നുമില്ല. രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് അടുപ്പിക്കാറ് പതിവില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പൊതുവെ അവരെ മണ്ണിൽ കാലുകുത്താൻ ശ്രമിക്കാറുമില്ല. അവർ പൊതുവെ ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ്. അവർക്കങ്ങോട്ട് വരാൻ തോന്നാറില്ല. അപ്പോൾ ഗുരുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ 363 ദിവസവും അത് പരിപൂർണമായിട്ട് അവനവനെ കൊണ്ടാവുന്ന രീതിയിൽ അവനവൻ്റെ കെൽപ്പിനനുസരിച്ചും നമ്മൾ പറയില്ല, അതേപോലെ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നാരായണ ഗുരുകുലം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഗുരുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ഗുരു പരമ്പരയുടെ പദകമലങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.